ഹായ് ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? നമ്മുടെ ചാനലായ വി വ്ളോഗ്സിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ ചെറിയൊരു കുഞ്ഞു വിഷു കണിയൊക്കെ ഒരുക്കുന്നൊന്ന് കാണിക്കാൻ ഓർത്ത് കേട്ടോ. അപ്പം നമ്മളന്ന് തലേദിവസം രാത്രി തന്നെ ഭവ്യാണ് എല്ലാം റെഡിയാക്കി. പ്രശ്നം ഞാനങ്ങ് മാറി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഭവ്യാണ്, അതുകൊണ്ട് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല അവൾ വെച്ചത്. പിന്നെ അവൾ കൊച്ചല്ലേ, അപ്പോൾ അവൾ അവളുടേതായിട്ടുള്ള രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഭവ്യയ്ക്ക് പ്രസൻറ്റ് കിട്ടിയ ഒരു ഫ്രെയിമാണ്. അപ്പോൾ അതിൽ കണ്ണാടി ഉണ്ടായിരുന്നു. അപ്പോൾ വാൽ കണ്ണാടി കാണാഞ്ഞുകൊണ്ട് പിന്നെ അത് വെച്ചിട്ടാണ് അവൾ അഡ്ജസ്റ്റ് ചെയ്തത്. അങ്ങനെ എല്ലാം വെച്ച് പ്രശ്നം ചക്കയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കണി വയ്ക്കാൻ വേണ്ടി. ചക്ക എനിക്ക് അവിടെ നിന്ന് സെൻറ്ററിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഒരു പൊട്ടി ചക്കയാണ് കേട്ടോ. അപ്പോൾ അതും ഒക്കെ വെച്ചു. ആദ്യമായിട്ട് നമ്മൾ ചക്ക വെക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. എന്നാലും എനിക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ല, അവളത് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് കേട്ടോ. പിന്നെ ഓരോന്നും എല്ലാം പറഞ്ഞു കൊടുക്കണം. അത് വെള്ളം എടുത്ത് വെക്കുമെങ്കിൽ രാവിലത്തേക്ക് എളുപ്പമാണ്. അപ്പം ബിജുവിൻ്റെ ഇങ്ങനെ പൈസ ഉണ്ടായിരുന്നു. ആ പൈസ കൊണ്ട് വെക്കുന്നതിൻ്റെ ഡയലോഗൊക്കെ കേട്ടോ. ഞങ്ങൾ ചുമ്മാ ഭവിയായിട്ട് വാരുമായിരുന്നു. ഭവിക്ക് പൈസ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞത്. പിന്നെ ബിജുവിൻ്റെ കൊടുത്ത് ബിജുവിനാണ് അത് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടൊക്കെ വെച്ച് കൊടുത്തത്. അപ്പോൾ ഭവിയനെ ഓരോന്നിനും കളിയാക്കുമായിരുന്നു. അപ്പം പൈസയുടെ മേലോട്ട് സ്വർണ്ണം എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് പൈസ പറന്നു പോകുന്നു, സ്വർണ്ണം വേറെ രീതിയിലിരിക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ അവളൊക്കെ ഇട്ടിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ സ്വർണവും പൈസയും പിന്നെന്തുവാ പഴവും ചക്കയും നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും പിന്നെന്തുമായിരുന്നു ഉണ്ടായിരുന്നത്, നമ്മുടെ പുടവയുണ്ടായിരുന്നു, തേങ്ങയുണ്ടായിരുന്നു, അങ്ങനെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ കണിക്കൊന്ന ഞങ്ങളുടെ സെൻറ്ററിൽ നമ്മുടെ മീനിടത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് തലേദിവസം പോയി പറിച്ചുകൊണ്ട് വന്ന കേട്ടോ. നമ്മുടെ ചേട്ടൻ പറിച്ച് തന്ന്, അങ്ങനെ പറിച്ചുകൊണ്ട് വന്ന അങ്ങനെ അതും കിട്ടിയായിരുന്നു. അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് ഇത്രയൊക്കെ ഉള്ളൂ. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. പിന്നെ പിറ്റേ അവർ ഞാൻ അമ്പലത്തിൽ പോയില്ല, ഇവർ മൂന്നുപേരുടെയാണ് അവരുടെ കുടുംബക്ഷേത്രത്തിൽ പോയത്. കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതൊക്കെ വന്നു. പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. ഇത് വീട്ടിൽ വന്നതിന് ശേഷമുള്ള രംഗങ്ങളാണ് ഈ കാണുന്നത്. ഭവ്യ ഞാനപ്പോൾ കിച്ചണിൽ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നിന്ന് കുക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ ഭവ്യക്കൊരാഗ്രഹം ഒരു വീഡിയോ എടുക്കണം. അങ്ങനെ അവൾ വന്നെടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ വീഡിയോ ഒക്കെ ഓൾറെഡി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ സദ്യ ഉണ്ടാക്കുന്നതും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല, എല്ലാം മറന്നുപോയി. അതാണ് സത്യാവസ്ഥ. കാരണം ഞാൻ ഇതുവരെ സ്റ്റാൻഡ് മേടിച്ചില്ല, അതാണ് പറ്റിപ്പോയത്. സ്റ്റാൻഡ് മേടിച്ചിട്ട് വേണം എനിക്ക് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടി, കാരണം ഫുള്ള് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല്. ഓക്കെ, താങ്ക് യു.